ഹായ്. ഇന്നലെ ഞാൻ എൻ്റെ ഹെയർ ഗ്രോത്തിൻ്റെ വിശേഷങ്ങളുമായി വന്നിരുന്നു അല്ലേ. ഇന്ന് ഞാൻ 3 വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് കേട്ടോ. എല്ലാം ഷോർട്ടായിട്ട് പറയാമേ. ഒന്നാമത്തെ വിശേഷം, ഞാൻ ഓണത്തിന് വാങ്ങിയ കുറച്ച് ഓർണമെൻറ്റ്സ് ആണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. നമ്മളിപ്പം 1 പവൻ സ്വർണ്ണാഭരണമൊക്കെ വാങ്ങണമെങ്കിൽ നമുക്കറിയാം ഭയങ്കര റേറ്റാണല്ലേ. എന്നിട്ടോ നമ്മളത് വാങ്ങിയിട്ട് ഈ ആപത്ത് സ്വയം ക്ഷണിച്ചു വരുത്തും. പിന്നെ അതൊരു അസറ്റായിട്ട് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. നമുക്കൊരു എമർജൻസി വന്നാൽ പണയം വയ്ക്കാനോ വിൽക്കാനോ ഒക്കെ പറ്റും. പക്ഷെ അത് വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവന് ആപത്താണ്. പ്രത്യേകിച്ച് ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്നവർ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ അത് ബാങ്കിൽ ലോക്കറിലൊന്നും വെക്കുന്നതിന് കുഴപ്പമില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ. ഞാൻ ഏതായാലും വാങ്ങിയത് ഗോൾഡല്ല. നമ്മൾ ഈ മലയാളികൾക്ക് മാത്രമാണ് ഈ ഗോൾഡിനോട് ഇത്ര ഭ്രമം അല്ലേ. അപ്പോൾ ഞാൻ എന്ത് വാങ്ങി, കുറേ കാലങ്ങൾക്ക് ശേഷം കുറച്ച് കുപ്പിവളയങ്ങ് വാങ്ങി. സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ഓണത്തിന് ഒരുങ്ങാൻ നേരത്ത് കുപ്പിവളയൊക്കെ ഇട്ട് ഒരുങ്ങാനൊരു മോഹം. അങ്ങനെ കുറച്ച് കുപ്പിവള വാങ്ങി. പച്ചയുണ്ട്, ചുവപ്പുണ്ട്, 2 കളറാണ് ആദ്യം വാങ്ങിയത്. കുപ്പിവള കിലുകിലെ കിലുങ്ങണല്ലോ. ഇനി ഈ കുപ്പിവളയ്ക്ക് മാച്ച് ചെയ്യുന്ന ഇതെൻ്റെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഞങ്ങളുടെ ടൗണിലെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കുപ്പിവള. ഇനി വേറെ ഒരു ആഭരണമുണ്ട്, കണ്ടോ. ഇത് മാലയാണ്. ഇത് വാങ്ങിയത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് സൃഷ്ടി ജ്വല്ലേഴ്സ്. അതിൽ ബുക്ക് ചെയ്ത് വരുത്തിയതാണ്, ഞാനല്ല കേട്ടോ, മക്കൾ വരുത്തി തന്നതാ. കണ്ടോ, സെറ്റ് സാരിയൊക്കെ ഉടുക്കുമ്പോൾ അമ്മ മിടുക്കിയായിട്ട് ഒരുങ്ങിക്കോട്ടെ എന്നും പറഞ്ഞ് ചേരുന്ന ജിമിക്കിയും. ഞാനേ ഇങ്ങനെ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതിൻ്റെ പരസ്യം കാണുമ്പം ഇതുപോലത്തെ മോഡൽ നെക്ലേസും കമ്മലൊക്കെ വാങ്ങിയാൽ നല്ലതാന്ന് ഇവിടെ പറഞ്ഞായിരുന്നു, അഭിപ്രായം പറഞ്ഞായിരുന്നു. അത് കേട്ടിട്ട് അവർ ഓണത്തിന് എനിക്കൊരു ഗിഫ്റ്റ് ആയിട്ട് വാങ്ങി തന്നതാണേ ഇത് സെറ്റ് സാരിയൊക്കെ ഉടുക്കുമ്പോൾ നല്ലതാണ്. പിന്നെ നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുമ്പോഴാണെങ്കിലും അത്യാവശ്യം ഇതൊക്കെ ഇടാം. പിന്നെ യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഇടാം. അപ്പം നമുക്ക് ഇതിൻ്റെ പുറയിൽ ചരടുള്ളത് കൊണ്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ ഇറക്കമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിച്ചിടാം. ഇത് കണ്ടോ, നല്ല രസമില്ലേ. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സിനും മാച്ചിങ് ആണല്ലേ. ഇതും കൂടെയൊക്കെ ഇട്ടാൽ അതിലും മാച്ചിങ് ആണ്. ഞാൻ പിന്നെ ഇപ്പോൾ ഇടുന്നില്ല. ഇത് സോപ്പ് ഇട്ടിട്ട് വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ മുറിയും. ഇത് പൊട്ടിയെങ്കിൽ കൈ മുറിയും. കാര്യം നല്ലതാണെങ്കിലും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അത് ഇടുമ്പോഴും ഊരുമ്പോഴൊക്കെ നമ്മൾ സോപ്പ് ഉപയോഗിച്ചിട്ട് കടത്തണം വള. പിന്നെ ജിമുക്ക കണ്ടോ, ഒന്ന് ഇട്ട് നോക്കിയാലോ. ഒരെണ്ണം ഞാൻ ഇട്ട് നോക്കിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഓണത്തിന് ഞാൻ ഇത് ഉപയോഗിച്ചില്ല. ഓണത്തിന് അണിഞ്ഞൊരുങ്ങാൻ വേണ്ടി ഞാൻ ആഗ്രഹം പറഞ്ഞിട്ട് എനിക്ക് മക്കൾ വരുത്തി തന്നതൊക്കെയാണ്. പക്ഷേ ഞാൻ ഇത് ഇട്ടില്ലായിരുന്നു. വേറെ നമ്മുടെ സാധാരണ ആഭരണം തന്നെയാണ് ഇട്ടത്. അപ്പോൾ ഇതൊന്ന് ഇട്ട് നോക്കാം, മാലയ്ക്ക് ചേരുന്നുണ്ടോ എന്ന് അറിയണ്ടേ. നോക്ക്, കണ്ടോ. അല്പം വലിയ ജിമിക്കിയാണല്ലേ. ഇത്രയും വലിയ ജിമിക്കിയൊന്നും ഞാനിപ്പോൾ ഇടാറില്ല. എങ്കിലും ചിലപ്പോഴൊക്കെ വീഡിയോ പിടിക്കുമ്പോൾ ഇടാറുണ്ട്. നല്ലതാണല്ലോ. അങ്ങനെ കുട്ടികളെയും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഇതിൻ്റെ പിക്ചർ കാണുമ്പം ചിലപ്പോൾ ഇത്രയും വലിപ്പം ഇല്ലായിരിക്കും. വാങ്ങി വരുമ്പോൾ അല്പം വലിപ്പം കൂടിപ്പോയി എന്നേ ഉള്ളൂ. എന്നാലും വല്ലപ്പോഴും ഒക്കെ ഇടാം. നമ്മൾ പ്രായമായി എന്നും പറഞ്ഞാൽ ഇത്തരം ചെറിയ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാതെ മാറ്റി വെക്കണ്ട. ഇനി അടുത്ത ക്ഷണം അല്ലേ നാളെ നമ്മളില്ലെങ്കിൽ ഈ ആഗ്രഹമൊക്കെ എങ്ങനെ സാധിക്കും. കണ്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അങ്ങ് സാധിക്കാമല്ലേ. കൊക്കിൽ ഒതുങ്ങുന്ന ആഗ്രഹങ്ങളൊക്കെ കേട്ടോ. ഇതെന്താ, ഇത് മറിഞ്ഞും തിരിഞ്ഞൊക്കെയാണോ കിടക്കുന്നത്? അല്ല, നേരെ തന്നെയാണ്. അപ്പം എങ്ങനെയായി, നല്ലതല്ലേ. ആഹാ, നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്നറിയില്ല. പിന്നെ 3ാമത്തെ എൻ്റെ വിശേഷം എന്ന് പറയുന്നത്, ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഇന്ദുലേഖ എണ്ണ
അപ്ലൈ ചെയ്ത് കാണിച്ചിരുന്നു. എൻ്റെ ഹെയർ ഗ്രോത്തിൻ്റെ രഹസ്യം, എൻ്റെ മുടിക്ക് ഉള്ളു വെച്ചതിൻ്റെ ഒരു രഹസ്യം. അതിൻ്റെ ചെറിയൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇന്നലെ അത് വീഡിയോ അധികം ലെങ്തി ആയി പോകണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിർത്തിയതാണ്. കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട്. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ ചെറിയ ബോട്ടിൽ. ഇത് 50 ml. ഇത് ഞാൻ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഇന്നലെ വരെ അപ്ലൈ ചെയ്തു. അത്രയും ഉണ്ടായിരുന്നു. ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ അപ്ലൈ ചെയ്താൽ മതി, കുറച്ച് തേച്ചാൽ മതി. അപ്പോൾ അത് കാലിയായി. ഇനി ഇതെന്തിനു ഉപയോഗിക്കാമെന്നറിയാമോ? ഈ ചീർപ്പ് പോലത്തെ ഭാഗമില്ലേ ഇവിടെ, ചീപ്പ്, അതിനെല്ലാം നമ്മൾ സേഫ്റ്റി പിന്നും കൊണ്ട് ഹോളുണ്ടാക്കണം. അപ്പോൾ അതിലൂടെയാണ് എണ്ണ ഇങ്ങനെ വരുന്നത്. നമ്മളിങ്ങനെ ഇത് കുനിച്ച് പിടിച്ചിട്ട് ഇവിടെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ കോമ്പ് ചെയ്താൽ മതി. അപ്പോൾ എന്തായി, ഒന്ന് ഇത്തിരി അമർത്തി കോമ്പ് ചെയ്താൽ നമ്മുടെ സ്കാൽപ്പിലേക്കൊക്കെ എണ്ണ അങ്ങ് ചെല്ലും. ഞാനപ്പോൾ ഇനി ഈ കാലിയായത് മറ്റേ ഇതില്ലേ, സ്പ്രേ ബോട്ടിൽ. അപ്പോൾ ഇനി ഹെയർ നീളം വയ്ക്കാനും ഒക്കെ കുറച്ചെന്തെങ്കിലുമൊക്കെ റെമഡീസും കൂടെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് വേറെ സ്പ്രേ ബോട്ടിൽ വാങ്ങാതെ ഇതിൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ഇതിനകത്ത് നിറച്ചാൽ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രേ ബോട്ടിലാകും, മസാജിൻ്റെ ഇഫക്റ്റും കിട്ടും. ഇതും കൊണ്ട് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ. ഇനി അതിൻ്റെ വലിയ ബോട്ടിലുണ്ട്. 2 ബോട്ടിൽ ഒന്നിച്ചാണ് വാങ്ങിയത്. അന്ന് ഇത് ഇംഗ്ലീഷ് മെഡിക്കൽ ഷോപ്പിൽ കിട്ടും കേട്ടോ. ഞാൻ അവിടെ നിന്നാണ് വാങ്ങിയത്. ഇംഗ്ലീഷ് മെഡിക്കൽ ഷോപ്പിലും കിട്ടും. അപ്പോൾ 2 ബോട്ടിലേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് 2ഉം തന്നേക്കാൻ. കാരണം നമ്മൾ ഏത് അപ്ലൈ ചെയ്യുമ്പോഴും കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യണമല്ലോ, എന്നാലല്ലേ അതിൻ്റെ പൂർണ്ണമായൊരു ഫലം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ രണ്ടാമത് ചെല്ലുമ്പം ഈ സംഭവം അവിടെ ഇല്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് ഞാനത് 2ഉം കൂടി ഒന്നിച്ച് വാങ്ങിയതാണ്. അപ്പം നോക്കുമ്പോൾ ഈ ചെറിയ ബോട്ടിൽ 50 ml ബോട്ടിൽ 3 മാസം യൂസ് ചെയ്യാനുണ്ടെന്ന് പറയുമ്പം 100 ml ബോട്ടിൽ 6 മാസത്തേനുണ്ട്. അപ്പോൾ 6 3 9 മാസത്തേക്കായില്ലേ. ഇത് 100 ml ആണ്. ഗ്രോസ് ന്യൂ ഹെയർ എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ദുലേഖ ഭൃംഗ ഓയിൽ കണ്ടോ, ഇന്ദുലേഖ ഭൃംഗ ഓയിൽ. ഇത് യൂസ് ചെയ്യേണ്ട മെത്തേഡൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. 15 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്തുള്ളത്. 15 എണ്ണം. ഞാൻ എണ്ണി നോക്കി, വായിച്ച് നോക്കി. കുറേയെല്ലാം എനിക്ക് പരിചിതമല്ലാത്ത ഇൻഗ്രീഡിയൻസ് ആണ്, കുറേയെല്ലാം പരിചിതമാണ്. പക്ഷേ ഞാനിതിപ്പോൾ കണ്ണട വെച്ചിട്ട് പോലും ഇത് വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടിയാണ് കണ്ണട എടുത്തുകൊണ്ട് ഇരിക്കുന്നത്. പക്ഷേ കണ്ണട വെച്ചിട്ട് പോലും വായിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ചെറിയ അക്ഷരത്തിലാണ് ഇത് പ്രിൻ്റ് ചെയ്തത്. തീരെ ചെറുതല്ല കേട്ടോ. എനിക്കിപ്പോൾ എന്തോ വായിക്കാൻ കിട്ടുന്നില്ല. നെല്ലിക്കയുണ്ട്, ക്ഷീരമുണ്ട്, ബ്രഹ്മിയുണ്ട്, ദ്രക്ഷയുണ്ട്, അങ്ങനെ കുറേ. പിന്നെ കുറേ പരിചയമില്ലാത്തതാ. ഭൃംഗയുണ്ട്, ഭൃംഗ ഓയിൽ എന്നാണല്ലോ. ഭൃംഗയുണ്ട്. പിന്നെ ഈ തപ്പിപ്പറക്കി നേരം കളയുണ്ടല്ലോ. അപ്പോൾ അത് അത്രയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇതിന് 432 രൂപയാണ് ഈ വലിയ ബോട്ടിലിന്. മറ്റേതിൻ്റെ കവർ ഞാൻ കളഞ്ഞു പോയി. അതിൻ്റെ വില എത്രയാണെന്ന് ആ കവറിലുണ്ടായിരുന്നു, അത് ഞാൻ കളഞ്ഞു. ഇനി ഇപ്പോൾ പറയാനുള്ളത് ഇത് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ഹൗ ടു യൂസ് 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. യൂസിങ് ദ കോംബ് ആപ്ലിക്കേറ്റർ, അപ്ലൈ ദ ഓയിൽ ഡയറക്റ്റ്ലി ഓൺ ദി സ്കാൽപ്പിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കണം. എന്നിട്ട് ജെന്റ്ലി മസാജ് ഇറ്റ് വിത്ത് ഫിംഗർ ടിപ്സും കൊണ്ട്, വിരലിൻ്റെ അഗ്രഭാഗം കൊണ്ട് സ്മൂത്തായിട്ട് ഇങ്ങനെ ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കണം. ഒരു 5 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കാം. പിന്നെ വാഷ് വിത്ത് ഇന്ദുലേഖ ലീവ് ഇറ്റ് ഓൺ ഫോർ അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്സ് എങ്കിലും ഇത് തലയിൽ വെച്ചിരിക്കണം. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ 30 മിനിറ്റ്സ് വെച്ചിരുന്നാൽ അത്രയും നല്ലതാണ്. എനിക്കൊക്കെ പക്ഷേ തണുപ്പ് അധികം പറ്റില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഞാൻ 30 മിനിറ്റ്സ് വെക്കും. ഇത് തേച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി എടുത്ത് അങ്ങനെ നടക്കുമ്പോൾ. അല്ലെങ്കിൽ ഞാനൊരു 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് ഒക്കെ വെച്ചിട്ട് കഴുകിക്കളയും. പെട്ടെന്ന് തലനീരിറക്കം വരുന്ന പ്രകൃതമായതുകൊണ്ട്. അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ലാത്തവർക്ക് അരമണിക്കൂർ വയ്ക്കാം. പിന്നെ പറഞ്ഞിരിക്കുന്നത് വാഷ് വിത്ത് ഇന്ദുലേഖ ഭൃംഗ ഹെയർ ഫോൾ കൺട്രോൾ ഷാംപൂ. ഭൃംഗ ഹെയർ ഫോൾ കൺട്രോൾ ഷാംപൂ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് വാങ്ങിയില്ലായിരുന്നു കേട്ടോ. അതെൻ്റെ ശ്രദ്ധയിൽ പെട്ടില്ല അന്നേരം. ചിലപ്പോൾ അതുകൊണ്ടാണോ ആദ്യമായിട്ട് എനിക്കിത് അപ്ലൈ ചെയ്തപ്പം കുറച്ച് മുടി പോകുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു എന്ന് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഏതൊരു എണ്ണയും ഏതൊരു സാധനമാണെങ്കിലും നമുക്കത് പിടിച്ചു വരണമല്ലോ.
അത് ഇതിൻ്റെ കുഴപ്പമല്ല, അത് പിടിച്ചു വരാനുള്ള ഒരു താമസം ലേശം എടുത്തു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ ഹെയർ ഫോൾ കൺട്രോൾ ഷാമ്പൂവും കൂടെ വാങ്ങി ഉപയോഗിച്ചാൽ ഡബിൾ ഇഫക്റ്റാണ്. ഫോർ ഇഫക്റ്റീവ് റിസൾട്ട്സ് അപ്ലൈ 3 times a week ഫോർ 4 months എന്നാണ് പറഞ്ഞേക്കുന്നത്. 4 മാസം തേക്കണം. 3 times a week, ഒരാഴ്ചയിൽ 3 തവണയെങ്കിലും വെച്ചിട്ട് 4 മാസം തേക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് വലിയൊരു ബോട്ടിൽ വാങ്ങിയാൽ, ശരിക്കും പറഞ്ഞാൽ ഈ 100 ml ഒരു ബോട്ടിൽ വാങ്ങിയാൽ നമുക്ക് 4 months അപ്ലൈ ചെയ്യാനുള്ളതുണ്ട് കേട്ടോ. ഇത് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ മുടി കൊഴിച്ചലെന്നൊക്കെ പറഞ്ഞാൽ, മുടിക്കുള്ളില്ല എന്നൊക്കെ പറഞ്ഞ് വിലപിച്ച് പല കാര്യങ്ങൾ പരീക്ഷിച്ച് പൈസ കളയുന്നതിന് പകരം ഒരു 432 രൂപ മുടക്കി ഇത് മേടിച്ചാൽ, ഇത് പിടിക്കുന്നവർക്കാണെങ്കിൽ ഇത് ഇഫക്റ്റീവാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ അതിനെപ്പറ്റി. ഇനിയിപ്പം ഞാൻ ഇന്ന് കുളിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം അല്പം മത്സ്യം കൊണ്ട് വെച്ചിട്ടുണ്ട്, അത് മുറിക്കണം. അപ്പോൾ ഇത് എണ്ണ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ട് മത്സ്യം മുറിക്കാമെങ്കിൽ ആ സമയത്ത് തലയിലങ്ങ് ഇരുന്നോളുമല്ലോ എണ്ണ എന്ന് വിചാരിച്ചാണ് പുതിയ ബോട്ടിലെടുത്തുകൊണ്ട് വന്നത്. ഇതിങ്ങനെ ഇവിടെ എല്ലാം അടച്ചു വെച്ചിരിക്കുന്നതാണ് കംപ്ലീറ്റ്. അല്ലല്ല, ഞാൻ അങ്ങനെയാണ് കേട്ടോ വിചാരിച്ചത്, പക്ഷെ അല്ല, ഇതാ ഹോൾസ് ഉണ്ട്. ഓക്കേ, പറഞ്ഞത് മാറിപ്പോയതാ. കുഴപ്പമില്ല, ഇത്തിരി വയസ്സൊക്കെ ആയില്ലേ, അപ്പോൾ അതങ്ങ് ക്ഷമിച്ചു തരും കേട്ടോ. ഞാൻ ഈ ചെറിയ ബോട്ടിൽ പൊട്ടിച്ചത് 2-3 മാസം മുമ്പേ അല്ലേ, അതുകൊണ്ട് ഇപ്പം അങ്ങ് മറന്നുപോയതാണ്. അപ്പോൾ ഇത് തുറക്കണം. ഇപ്പോൾ ഓർമ്മ വന്നു, ഇവിടെ ഹോൾസ് ഉണ്ട് എല്ലാ ഇതിലും. ഇത് നമ്മൾ തുറക്കണം. തുറന്ന് കഴിഞ്ഞിട്ട് ദാ ഇവിടെയാണ് നമ്മൾ ഹോളിട്ട് കൊടുക്കേണ്ടത്. ഇവിടെ അടച്ചു വെച്ചിരിക്കുന്ന ടൈറ്റായിട്ട്, അല്ലെങ്കിൽ എണ്ണ ലീക്കാകിയല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു സേഫ്റ്റി പിന്നും കൊണ്ട് ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. 1-2 തവണ സേഫ്റ്റി പിന്നിട്ട് ഇങ്ങനെ ഒന്ന് വട്ടം കിറക്കി, ഇത്തിരി വലിയ ഹോള്, ഒരുപാടല്ല, 2 തവണ സേഫ്റ്റി പിൻ കടത്തി ഇങ്ങനെയൊന്ന് കറക്കിയെടുത്താൽ ഹോളായി. കണ്ടോ കണ്ടോ കണ്ടോ, എണ്ണ തുള്ളിയായിട്ട് കയ്യിലേക്ക് വീഴുന്ന കണ്ടോ, കാണത്തില്ലേ നിങ്ങൾക്ക്? ദാ വരുന്നുണ്ടെണ്ണ. അപ്പോൾ ഇനി ഇതിനെ എന്ത് ചെയ്യണം? ഈ അടപ്പിട്ട് ടൈറ്റാക്കണം. ഇത് ആദ്യമായിട്ട് മേടിച്ച് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിലേ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും ചെയ്യുന്നത് കേട്ടോ. അപ്പോഴതൊക്കെ ആയി, കണ്ണടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്യാം. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ കുനിച്ച് പിടിക്കുമ്പോൾ തന്നെ, ഈ ബോട്ടിൽ നിറച്ചുള്ള സമയമായതുകൊണ്ട് നമ്മളിങ്ങനെ കുനിച്ച് പിടിക്കുമ്പോൾ തന്നെ അകത്തെ അടപ്പിന് നമ്മൾ ഹോളിട്ട് കൊടുത്തില്ലേ, അതിലൂടെ എണ്ണ വന്നിട്ട് ഇങ്ങോട്ട് വീഴുന്നുണ്ട്. ഇപ്പം നമ്മളതിനെ ഇങ്ങനെ അങ്ങോട്ട് കണ്ടോ താഴെ വരെ ചീകി വിട്ടാൽ മതി. അപ്പം മുടിയുടെ പുറമേയും എണ്ണയാകും, സ്കാൽപ്പിലും ആകും. എണ്ണ അങ്ങ് ചെല്ലുമ്പം തന്നെ നല്ലൊരു മണം, കർപ്പൂരത്തിൻ്റെയൊക്കെ മണം ഉണ്ട് കേട്ടോ. ആ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ കർപ്പൂരം ഉണ്ടേ. അപ്പോൾ ഇങ്ങനെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇത് അപ്ലൈ ചെയ്യുന്ന കാര്യമാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും വിലയും, എത്ര നാൾ അപ്ലൈ ചെയ്യാമെന്നുള്ളതും, പിന്നെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ തന്നെ ഒരു ഷാമ്പൂ വാങ്ങണമെന്നുള്ളതും ഒക്കെ കൂടെയാണ് എൻ്റെ രണ്ടാമത്തെ വിശേഷം. അപ്പോൾ ആദ്യത്തെ വിശേഷം ആഭരണങ്ങളല്ലായിരുന്നോ, രണ്ടാമത്തെ വിശേഷം ഇതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ അങ്ങ് അപ്ലൈ ചെയ്തു. ഇനി മുടി ഇങ്ങനെ കുനിച്ചിട്ടിട്ട് പുറകിൽ നിന്ന് നമുക്കിങ്ങനെ ആക്കി കൊടുക്കാം. അപ്പം പുറകുവശത്തെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ടാകും. ഇങ്ങനെ അങ്ങ് ആക്കി കൊടുക്കാം. ഇനി കൂടുതൽ എണ്ണ ഒരു സമയം തന്നെ കൂടുതൽ എണ്ണ അപ്ലൈ ചെയ്യണമെന്നുള്ളവർ ചെയ്തോളൂ. ഞാൻ ഇന്നിപ്പോൾ കുറച്ച് എണ്ണ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഓൾറെഡി ഇന്നലെ ഞാൻ അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ കുറച്ച് എണ്ണ മതി. ഇതിനകത്ത് പറഞ്ഞതുപോലെ ആഴ്ചയിൽ 3 ദിവസമൊക്കെ ആണെങ്കിൽ 1 ഇടവിട്ട ദിവസമാണല്ലോ, അതിന് പറഞ്ഞതിൽ പ്രകാരം അങ്ങനെയാണെങ്കിൽ കുറച്ച് കൂടുതൽ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നോർമൽ വാട്ടറിൽ കഴുകിയാൽ മതി കേട്ടോ. ഇതിൻ്റെ ഷാമ്പു ഉണ്ടെങ്കിൽ അതിട്ട് കഴുകുക, അല്ലാണ്ട് വേറെ ഷാമ്പു ഒന്നും ഇട്ട് കഴുകണ്ട. അപ്പം ഇതിൻ്റെ ഇഫക്റ്റ് പോകും. ഒരു ഷാമ്പുവും ഇട്ടില്ലെങ്കിലും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ മുടി ഉണങ്ങിക്കഴിഞ്ഞാലും. അപ്പം ഇങ്ങനെ സ്കാൽപ്പിൽ ജെൻറ്റിലായിട്ടൊരു മസാജ് കൊടുക്കുക 2-3 മിനിറ്റ്. ഇനി അതങ്ങനെ പിടിക്കട്ടെ. അപ്പോൾ
എൻ്റെ ആഭരണങ്ങൾ കണ്ടു, എൻ്റെ മുടിക്ക് ഉള്ളുവെച്ച എണ്ണയുടെ ആപ്ലിക്കേഷൻ കണ്ടു അല്ലേ. മൂന്നാമത്തെ വിശേഷം എന്താണെന്നോ, 2 കൂൺ ബെഡ് ഉണ്ട് ഇവിടെ. അത് പുള്ളിക്കാരന് 1-2 ക്ലബ്ബുകളിലൊക്കെ മെമ്പറാണേ. അപ്പോൾ ഒരു സീനിയർ ചേംബർ എന്ന ഒരു ക്ലബ്ബിലുണ്ട്. ആ ക്ലബ്ബിൽ കൂൺ കൃഷിയെക്കുറിച്ചൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ വിത്ത് കിട്ടി. ഒരുപാടൊന്നുമില്ല, 2 ബെഡ് ഉണ്ടാക്കാനുള്ള വിത്ത്. ആ 2 ബെഡ് ഉണ്ടാക്കി ഞങ്ങൾ 14 ദിവസം ഇരുട്ടറയിൽ വെച്ചു. അതിനുശേഷം പുറത്തെടുത്ത് വെച്ചിട്ട് 10 ദിവസവും കൂടെ ഏകദേശം ആയപ്പം കൂണ് പുറത്തേക്ക് വന്നു. ഞങ്ങളത് പറിച്ചു, കറി വെച്ചു. 2-3 പ്രാവശ്യം, 3-4 പ്രാവശ്യം കറി വെക്കാനുള്ള കൂണ് ആ 2 ബെഡിൽ നിന്ന് പല ദിവസങ്ങളിലായിട്ട് കിട്ടി. പിന്നെ ആ ബെഡിൽ നിന്ന് തന്നെ വീണ്ടും കൂണെടുക്കാമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ തന്നെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 14 ദിവസം ഇരുട്ടറയ്ക്ക് ശേഷം നമ്മൾ സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് ഹാങ് ചെയ്ത് വെക്കണം. ഞാനതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇന്നാൾ ചെയ്തതാണ്. അപ്പോൾ അതിൽ വീണ്ടും ഇപ്പോൾ 13 ദിവസമായി. ഓണത്തിൻ്റെ 2 ദിവസം മുമ്പ് ആദ്യം വിളവെടുപ്പ് നടത്തിയത്. എന്നിട്ട് ഞാൻ എന്ന് നോക്കുവേ, എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇനി ഇതിനകത്ത് വരുന്നില്ലല്ലോ. ഞാനിപ്പോഴും പുള്ളിക്കാരനോട് ചോദിക്കുകയും ചെയ്യും, ഇനി ഇതിനകത്ത് കൂണ് വരുന്നില്ലല്ലോ, എന്താണ് ഇത്, അത്രേ ഉള്ളോ എന്നൊക്കെ. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ ഇന്നലെ തൊട്ട് വീണ്ടും ആ കൂൺബെഡിൽ നിന്ന് കൂണിൻ്റെ മുട്ടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങി. ബ്ലേഡ് വെച്ച് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിലെ ഇങ്ങനെ തല നീട്ടി എത്തി നോക്കി വരുന്നുണ്ട്. ഇന്ന് നോക്കുമ്പം കുറച്ചുകൂടെ എത്തി നോക്കി നിൽപ്പുണ്ട്. 1-2 ദിവസത്തിനകം പറിച്ച് കറി വയ്ക്കാം. അത് അധികം മൂത്ത് പോയാലുണ്ടല്ലോ, അധികം ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെന്ത് സംഭവിക്കുമെന്നറിയാമോ, ഹാർഡായി പോവും അതിൻ്റെ ലീഫൊക്കെ. കൂണുകൊണ്ട് തോരൻ വയ്ക്കാം, വറുത്തരച്ച കറി വയ്ക്കാം, കൂൺ ഫ്രൈ വയ്ക്കാം അല്ലേ. അങ്ങനെ ധാരാളം ഐറ്റംസ് കൂണ് കൊണ്ടുണ്ടാക്കാം. അപ്പം കൂണ് നല്ല ആരോഗ്യത്തിന് നല്ലതല്ലേ. ഈ കെമിക്കലൊക്കെ ഇട്ട മത്സ്യവും ഒക്കെ വാങ്ങി അധികം കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇറച്ചിയൊക്കെ ആണെങ്കിലും ഓവറായിട്ട് കഴിച്ചാൽ വെറുതെ കുറേ തടിയും വയ്ക്കും, കുറേ അസുഖങ്ങളും വരും അല്ലേ. അപ്പോൾ നമുക്ക് തടിയൊക്കെ ഒതുങ്ങിയിരുന്നാലാണ് നമുക്കെല്ലാം പണിയെടുക്കാനും നടക്കാനും ഒക്കെ എന്തൊരു സുഖമാണ്. തന്നെയല്ല, തടി കുറഞ്ഞിരിക്കുന്നതൊരു ആൻറ്റി ഏജിങ് ഫീലിംഗ് ഉണ്ടാക്കും. ഏജ് കുറവായിട്ട് നമുക്ക് തോന്നും, വയറും തടിയൊക്കെ ഒതുങ്ങിയിരുന്നാൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന കൂണും വിഭവങ്ങളൊക്കെ കഴിച്ചാൽ നമ്മൾക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീനൊക്കെ കിട്ടുകയും ചെയ്യും, ഓവർ വെയിറ്റ് ഒക്കെ വെക്കാതെ ഇരിക്കുകയും ചെയ്യും. ഇപ്പോൾ തൽക്കാലം 2 ബെഡേ ഉള്ളൂ. അത് സക്സസ് ആകുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയതാണ്. ഏതായാലും സക്സസ് ആയി. 2ാം ഘട്ട വിളവെടുപ്പിലേക്ക് കടക്കുകയാണ്. ആർക്കും കൊടുക്കാനൊന്നുമില്ല. അത് ഓരോ കൂണ് 2 കൂണ് പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറി വയ്ക്കാനേ ഉള്ളൂ. ഇനി അത് കുറച്ചുകൂടെ വിപുലമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആ കൂൺ ബെഡിൽ നിന്ന് 2ാം ഘട്ടം പുറത്തേക്ക് തലനീട്ടിയ ആ കൂണും കൂടെ കാണിച്ചു തരാം. ഒരു കൂൺ വിരിയുന്ന മണം പരന്നു, അതു കണ്ടുണരുന്ന. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇനി മറ്റൊരു വീഡിയോയിൽ മറ്റു വിശേഷങ്ങളുമായി കാണാം. അതുവരെ ബൈ.